കഥ തുടരുന്നു. ലോഡ്ജിൽ എത്തിയ രോഹിത് ഫസ്റ്റ് ഫ്ലോറിലെ തൻ്റെ റൂം ലക്ഷ്യമാക്കി ഗോവണി കയറാൻ തുടങ്ങുമ്പോൾ ധൃതിയിൽ എതിരെ കടന്നുപോയ യുവതിയെ അവൻ കണ്ണെടുക്കാതെ നോക്കി. അവൾ നടക്കുന്നതിനൊപ്പം മൊബൈൽ ഫോണിലൂടെ ആരോടോ സംസാരിച്ചു കൊണ്ടിരുന്നു. വിസ്മയത്തോടെ അവളെ നോക്കി നിന്ന രോഹിത് പരിസരബോധം വീണ്ടെടുക്കുമ്പോൾ അവൾ ഗ്രൗണ്ട് ഫ്ലോറിലെത്തിയിരുന്നു. അവൻ ധൃതിയിൽ പടികളിറങ്ങി അവൾക്കു പിന്നിലെത്തി. റോഷ്നി ടീച്ചർ, അവൻ തെല്ലുറക്കെ വിളിച്ചു. അവിശ്വസനീയമായ എന്തോ കേട്ടതുപോലെ റോഷ്നി തിരിഞ്ഞു നോക്കി. അവൻ പെട്ടെന്ന് തൻ്റെ ഫേസ് മാസ്ക് മാറ്റി. റോഷ്നിയുടെ മുഖത്തെ വിസ്മയം നിറയുന്നതും പിന്നീട് അത് കൗതുകം നിറഞ്ഞ മന്ദഹാസമായി മാറുന്നതും അവൻ നോക്കി നിന്നു. ഓ രോഹിത്, വാട്ട് എ പ്ലസൻറ്റ് സർപ്രൈസ്. നീ എന്താ ഇവിടെ? അവൻ്റെ അരികിലേക്ക് നടക്കുന്നതിനിടെ റോഷ്നി ചോദിച്ചു. ഞാനെൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ കൂടെ വന്നതാ. ടീച്ചർ ഇപ്പോൾ ഇവിടെയാണോ? അല്ലല്ല, ഒക്കെ പറയാം, ഒരു സെക്കൻഡ്. ഞാനിതൊന്ന് കൊടുത്തിട്ട് ഇപ്പോൾ വന്നേക്കാം. തൻ്റെ കയ്യിലെ പാക്കറ്റ് ഉയർത്തി കാട്ടിക്കൊണ്ട് റോഷ്നി പറഞ്ഞു. നിനക്ക് ധൃതിയില്ലല്ലോ? അവൾ ചോദിച്ചു. ഇല്ലില്ല, ഞാനിവിടെ തന്നെ കാണും. ഒരു കാര്യം ചെയ്യ്, നീ റൂമിലേക്ക് പോയിക്കോ. നിൻ്റെ റൂം നമ്പർ എത്രയാ? അവൾ ചോദിച്ചു. റൂം നമ്പർ 18, അവൻ പറഞ്ഞു. നിൻ്റെ പ്രായം തന്നെയാണല്ലോ റൂമിനും, അവൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. നോ, എനിക്ക് 23 അതെനിക്കറിയില്ലേ, പക്ഷേ നിന്നെ കണ്ടാൽ 18-നപ്പുറം തോന്നില്ല. അങ്ങനെ പറഞ്ഞ് റോഷ്നി നടക്കാൻ തുടങ്ങി. സത്യത്തിൽ ടീച്ചറാണ് കൂടുതൽ ചെറുപ്പമായത്, അവസാനം കണ്ടതിലും ചെറുപ്പം. താങ്ക് യു ഫോർ കോംപ്ലിമെൻറ്റ്, റോഷ്നി പറഞ്ഞു. ഞാൻ കഴിയുന്നതും പെട്ടെന്ന് എത്താം, അവൾ ഉറക്കെ പറഞ്ഞു. ഓക്കെ, ടേക്ക് യുവർ ടൈം, ഞാനിവിടെ റൂമിൽ തന്നെ ഉണ്ടാവും, രോഹിത് പറഞ്ഞു. തൻ്റെ റൂമിലെത്തിയ ഉടനെ തന്നെ രോഹിത് ധൃതിയിൽ കുളിച്ച് ഫ്രഷായി. തൻ്റെ ഫേവറേറ്റ് ഹാഫ് പാൻറ്റും ടീഷർട്ടും ധരിച്ച് കണ്ണാടിയിലേക്ക് നോക്കുമ്പോൾ അവൻ ഏതോ ഹിന്ദി പാട്ട് മൂളി. റൂമിലെത്തിയ ഉടനെ ഒന്ന് സുഖമായി ഉറങ്ങണമെന്ന വിചാരത്തോടെയാണ് രോഹിത് ലോഡ്ജിൽ പ്രവേശിച്ചത്. പക്ഷേ ഓർക്കാപ്പുറത്ത് റോഷ്നിയെ കണ്ടുമുട്ടിയതോടെ അവനിൽ പുതിയ ഊർജം വന്നു നിറഞ്ഞു. സോഫ്റ്റ് ഹോൾഡ് ഹെയർ ജെൽ പുരട്ടി മുടി ഷേപ്പ് ചെയ്യാൻ തുടങ്ങുമ്പോൾ അവൻ പ്രീതിയെക്കുറിച്ച് ഓർത്തു. പെട്ടെന്ന് മൊബൈൽ കയ്യിലെടുത്ത് അവൻ മെസ്സേജ് ടൈപ്പ് ചെയ്തു. ഹായ് പ്രീതി, അവിടെ ഇരുന്ന് ബോറടിച്ചപ്പോൾ ഞാൻ റൂമിലേക്ക് പോന്നു. കുറച്ച് കഴിഞ്ഞ് വരാം, ബൈ ബൈ. മെസ്സേജ് സെൻഡ് ചെയ്യാൻ തുടങ്ങുമ്പോൾ ഡോർബെൽ മുഴങ്ങി. അവൻ വാതിൽ തുറന്നു. മുന്നിൽ ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന റോഷ്നി. നിന്നെ ഇത്രയും സുന്ദരനായി ഇതിനു മുമ്പ് ഒരിക്കലും കണ്ടിട്ടില്ല, അവനെ വിലയിരുത്തും മട്ടിൽ നോക്കി നിന്ന ശേഷം റോഷ്നി പറഞ്ഞു. ഡ്രസ്, ഗ്രൂമിംഗ് ഒക്കെ സൂപ്പർ. താങ്ക് യു ഫോർ കോംപ്ലിമെൻറ്റ്, അവൻ പറഞ്ഞു. ടീച്ചർക്ക് കഴിക്കാൻ ഫുഡ് ഓർഡർ ചെയ്യട്ടെ? ഞാൻ രാവിലെ കഴിച്ചതാ, നീ ഇതുവരെ കഴിച്ചില്ലേ? ടീച്ചർ വന്നിട്ടാവുമെന്ന് കരുതി. എന്നാൽ റെസ്റ്റോറൻറ്റിൽ പോയി കഴിച്ചാലോ? അല്ലെങ്കിൽ അത് പിന്നീടാവാം. എന്തായാലും നീ ഓർഡർ ചെയ്യ്, എനിക്ക് കോഫി മതി. നമ്മുടെ ഈ കൂടിക്കാഴ്ച എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. എ റിയൽ കോ ഇൻസിഡൻറ്റ്. ഒത്തിരി നാളായി നമ്മൾ കണ്ടിട്ട് അല്ലേ? റോഷ്നി ചോദിച്ചു. പക്ഷേ ഒരു ഗ്യാപ്പ് തോന്നുന്നില്ല. ഇടയ്ക്ക് ഓർക്കാറുള്ളത് കൊണ്ടാവും. ഞാൻ ഇടയ്ക്ക് സങ്കല്പിക്കാറുണ്ട് നമ്മൾ കണ്ടുമുട്ടുന്നതായി, അവൾ പറഞ്ഞു. അവൻ ചോദിച്ചു. ആ ചോദ്യത്തിനർത്ഥം നീ ഓർക്കാറില്ലെന്നല്ലേ? നോ, ഒരുപക്ഷെ ടീച്ചർ ഓർക്കുന്നതിനേക്കാൾ ഫ്രീക്വൻ്റായി. റോഷ്നി അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കി. അവൻ അവളുടെ കണ്ണുകളിലേക്കും. രോഹിത്താണ് ആദ്യം നോട്ടം പിൻവലിച്ചത്. നീ ഇപ്പോൾ സ്മാർട്ടായി സംസാരിക്കാനും ഡ്രസ് ചെയ്യാനും ഒക്കെ പഠിച്ചു. പക്ഷേ ടീനേജിലെ ആ ഷൈനസിൻ്റെ ഒരു നുറുങ്ങ് അതിപ്പോഴുമുണ്ട് നിൻ്റെ ചുണ്ടുകളിൽ, റോഷ്നി തിളങ്ങുന്ന കണ്ണുകളോടെ പറഞ്ഞു. പക്ഷേ അതാണ് നിൻ്റെ ഹാൾമാർക്ക്. യു ആർ എ സോ ജെന്യുവൻ, അവൾ പറഞ്ഞു. ചില വർഷങ്ങൾക്ക് മുമ്പ് റോഷ്നി തന്നോട് അടുത്തിടപഴകിയ നിമിഷങ്ങൾ അവൻ്റെ ഓർമ്മയിലേക്ക് വന്നു. ചില ടീനേജ് ഫാൻറ്റസികൾ പോലെ. ഇടയ്ക്ക് ആ ഫാൻറ്റസികൾ ഇപ്പോഴും കടന്നു വരുന്നു, അതേ തീവ്രതയോടെ. ടീച്ചർ ഇവിടെ റൂമിൽ ഒറ്റയ്ക്കാണോ? അല്ല, സന്ദേശ് കൂടിയുണ്ട്, എൻ്റെ ഹസ്ബൻഡ്. ടീച്ചറുടെ കല്യാണം കഴിഞ്ഞു? സോറി, നിന്നോട് പറയാൻ പറ്റിയില്ല, എല്ലാം പെട്ടെന്നായിരുന്നു. എത്ര നാളായി? കഴിഞ്ഞ ഫെബ്രുവരിയിൽ. ഇടയ്ക്ക് ഞാൻ വിളിച്ചപ്പോഴെങ്കിലും ഒന്ന് പറയാമായിരുന്നു. സോറിഡാ, എനിക്ക് പറയാൻ തോന്നിയില്ല. എന്തുകൊണ്ടോ? അങ്ങനെ പറഞ്ഞ ശേഷം എന്തോ ഓർത്ത പോലെ റോഷ്നി ജനലിലൂടെ പുറത്തേക്ക് നോക്കിയിരുന്നു. അതുപോട്ടെ, ആരാ നിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഫ്രണ്ട്? പ്രീതി. ഓ, ഗേൾ ഫ്രണ്ടാണല്ലോ, റോഷ്നി അവനെ അഭിനന്ദിക്കും പോലെ പറഞ്ഞു. ഫോൺ വന്നപ്പോൾ പ്രീതിക്ക് പെട്ടെന്ന് പോരേണ്ടി വന്നു, പാതിരാത്രിയിൽ. പക്ഷേ ഇവിടെ എത്തുമ്പോഴേക്കും പ്രീതിയുടെ അമ്മ മരിച്ചിരുന്നു. നീ പ്രീതിയുടെ വീട്ടിലേക്ക് പോയില്ല? പോയിരുന്നു. അവിടെ ഇരുന്ന് വല്ലാതെ ബോറടിച്ചപ്പോൾ ഞാൻ ഇറങ്ങി. സന്ദേശിൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ കല്യാണം കൂടാനാണ് ഞങ്ങൾ എത്തിയത്, റോഷ്നി പറഞ്ഞു. ആണോ? നീ ഇപ്പോഴും പഴയ ഹോട്ടലിൽ തന്നെയാണോ? അല്ല, അത് വിട്ടു. ഇപ്പോൾ റിസപ്ഷനിസ്റ്റാ ഒരു റിസോർട്ടിൽ. അതും നന്നായി. പ്രീതിയോ? അവൾ നേഴ്സാ. നാട്ടിൽ നിനക്കൊപ്പം പഠിച്ചതാണോ? അല്ല, ഞങ്ങൾ കുറച്ച് നാൾ മുമ്പ് പരിചയപ്പെട്ടതേയുള്ളൂ. ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ്, റോഷ്നി ചിരിച്ചുകൊണ്ട് ചോദിച്ചു. ഇപ്പോൾ പോലും ലവ് ആണെന്ന് പറയാനാവില്ല. ജസ്റ്റ് ഫ്രണ്ട്സ്, ബെസ്റ്റ് ഫ്രണ്ട്സ്. നിൻ്റെ വീട്ടിലേക്ക് പോകുന്നില്ല? ഇല്ല, റാഗിങ് കേസിൽ പെട്ട ശേഷം പിന്നെ വീട്ടിലേക്ക് പോയിട്ടില്ല.
ആ കേസിനെക്കുറിച്ച് കേട്ടതൊന്നും ഞാൻ വിശ്വസിച്ചിട്ടില്ല. നിന്നെ അറിയാവുന്ന ആർക്കും റാഗിംഗ് പ്രതിയായി നിന്നെ കാണാനാവില്ല. പെട്ടെന്ന് ഡോർബെൽ മുഴങ്ങി. റൂം ബോയുടെ എൻട്രി. ഫുഡ് പാക്കറ്റും കോഫിയും ടേബിളിൽ വെച്ച ശേഷം റൂം ബോയ് പിൻവാങ്ങി. ഓപ്പൺ ചെയ്ത ഒരു സാൻഡ്വിച്ച് പാക്കറ്റ് രോഹിത് അവൾക്ക് മുമ്പിലേക്ക് വെച്ചു. ഓ, ഗ്രിൽഡ് ചീസ്. അപ്പോൾ നീ എൻ്റെ ടേസ്റ്റൊന്നും മറന്നിട്ടില്ല. അവൻ നിഷ്കളങ്കമായി ചിരിച്ചു. അവൻ ബെഡിലും റോഷ്നി കസേരയിലുമായി ഇരുന്ന് കഴിക്കാൻ തുടങ്ങി. അപ്പോൾ ടീച്ചർ എൻ്റെ ഡ്രസ്സ് ശ്രദ്ധിച്ചില്ല? എൻ്റെ ഫേവറേറ്റ് നിറങ്ങൾ. ആദ്യം കണ്ടപ്പോഴേ ഞാൻ ഓർത്തു. ബ്ലൂ ജീൻസും വൈറ്റ് ഡെനിം ഷർട്ടും. സോ ക്യൂട്ട്. നിനക്കെല്ലാം ഓർമ്മയുണ്ട്. റോഷ്നിയുടെ ശബ്ദം ആർദ്രമായി. കണ്ണുകൾ തിളങ്ങി. ഐ ആം സോ ഹാപ്പി, അവൾ പറഞ്ഞു. അവർക്കിടയിൽ ഹൃദ്യമായ ഒരു തരം നിശബ്ദത കടന്നു വന്നു. വാക്കുകളിലേക്ക് വിവർത്തനം ചെയ്യാനാവാത്ത എന്തൊക്കെയോ അവർ മനസ്സിൽ തിരിച്ചറിഞ്ഞു. പുറത്ത് മഴ തുടങ്ങിയിരുന്നു. കാർമേഘങ്ങളില്ലാത്ത ചെറിയ ചാറ്റൽ മഴ. റോഷ്നി വരാന്തയിലേക്ക് ഇറങ്ങി നേർത്ത മഴ തുള്ളികളിലേക്ക് നോക്കി നിന്നു. രോഹിത് പെട്ടെന്ന് ഓർത്തതുപോലെ വരാന്തയിലേക്ക് വന്ന് റോഷ്നിയെ സെൽഫി എടുക്കാൻ ക്ഷണിച്ചു. അവൾ താല്പര്യപൂർവ്വം അവനരികിലേക്ക് നീങ്ങി സെൽഫിക്ക് പോസ് ചെയ്തു. എടുത്ത സെൽഫികൾ അവൾക്കൊപ്പം നോക്കുന്നതിനിടെ രോഹിത് അവളുടെ കണ്ണുകളിലേക്ക് നോക്കി. വർഷങ്ങൾക്ക് മുമ്പ് ആ കണ്ണുകളിൽ താൻ കണ്ട തിളക്കം ഇപ്പോഴും അതേപടി നിലനിൽക്കുന്നതായി അവൻ വീണ്ടും തിരിച്ചറിഞ്ഞു. ആ തിരിച്ചറിവ് അവനിൽ ഒരേ സമയം ഹർഷവും ദുഃഖവും കൊണ്ടുവന്നു. തൻ്റെ ശരീരമാകെ ഹൃദ്യമായ താപം നിറയുന്നതും തൻ്റെ കണ്ണുകളിൽ നേരിയ നനവ് പടരുന്നതും അവൻ തിരിച്ചറിഞ്ഞു. റോഷ്നിയെ തന്നിലേക്ക് വലിച്ചെടുപ്പിച്ച് തെരുത്തരെ ചുംബിക്കുന്നതായുള്ള ഫാൻറ്റസി അവൻ്റെ മനസ്സിൽ പൊന്തി വന്നു. അതവൻ്റെ ചുണ്ടുകളെ വിറയാർന്നവയാക്കി. റോഷ്നി ചെറുചിരിയോടെ അവൻ്റെ മുഖത്തിന് നേരെ കൈവീശി. ഹലോ, വേറെ ഏതോ ലോകത്താണെന്ന് തോന്നുന്നു. സോറി, ഞാൻ പെട്ടെന്ന് എന്തോ ഓർത്തുപോയി, ചെറിയ സങ്കോചത്തോടെ അവൻ പറഞ്ഞു. അവൻ്റെ നിഗൂഢ ചിന്തകൾ വായിച്ചെടുത്തപോലെ അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി. ടീച്ചർ എന്തെങ്കിലും പറഞ്ഞോ? നിനക്ക് പ്രായം കുറവായതുകൊണ്ടാ, ഇല്ലെങ്കിൽ ഞാൻ നിന്നെ കല്യാണം കഴിച്ചേനെ, റോഷ്നി ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ടീച്ചർക്ക് അത്ര പ്രായക്കൂടുതലൊന്നുമില്ലല്ലോ. കണ്ടാലോട്ട് തോന്നുകയുമില്ല, അവൻ പറഞ്ഞു. നാട്ടിൻപുറങ്ങളിലെ കാര്യം നിനക്കറിയില്ലേ? പെണ്ണിന് 1 വയസ്സ് കൂടുതലാണെങ്കിൽ പോലും അതൊരു പ്രശ്നം തന്നെയാണ്. പുരുഷന്മാരുടെ പ്രായം ആരും അത്ര കാര്യമാക്കാറുമില്ല. സന്ദേശിന് തന്നെയുണ്ട് എന്നേക്കാൾ 6 വയസ്സ്. ടീച്ചർക്ക് അതത്ര പ്രശ്നമായി തോന്നിയിട്ടുണ്ടാവില്ല, അവൻ പറഞ്ഞു. ശരിയാ, എനിക്കത് പ്രശ്നമായി തോന്നിയില്ല. സന്ദേശിൻ്റെ പേഴ്സണാലിറ്റിയും പ്രത്യേക സാഹചര്യവും പരിഗണിച്ചതുകൊണ്ടാവാം, റോഷ്നി പറഞ്ഞു. ലവ് മാരേജ് ആയിരുന്നോ? അവൻ ചോദിച്ചു. അല്ലല്ല, അറേഞ്ച്ഡ് ആയിരുന്നു. അച്ഛനും അമ്മയും എന്നെ വല്ലാതെ സമ്മർദ്ദത്തിലാക്കിയിരുന്നു. പക്ഷേ അതുകൊണ്ടല്ല സന്ദേശിനെ ഞാൻ അക്സെപ്റ്റ് ചെയ്തത്, റോഷ്നി പറഞ്ഞു. നേരത്തെ പരിചയമുള്ള ആളാണോ? അല്ല. കല്യാണത്തിനെങ്കിലും എന്നെ വിളിക്കാമായിരുന്നു, രോഹിത് പെട്ടെന്ന് പറഞ്ഞു. ഒരു മെസ്സേജ് ഇട്ടാൽ മതിയായിരുന്നു, ഞാൻ വന്നേനെ. മറന്നതോ വിട്ടുപോയതോ അല്ല. പിന്നെ എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ സത്യത്തിൽ എനിക്കറിയില്ല, അപ്പോഴങ്ങനെ തോന്നി. എന്നെ മാത്രമാണോ വിളിക്കാതിരുന്നത്? തിളങ്ങുന്ന കണ്ണുകളോടെ അവൻ ചോദിച്ചു. പ്ലീസ്, ഇപ്പോഴത് വിട്ടേക്ക്. പിന്നീട് എപ്പോഴെങ്കിലും പറയാം. റോഷ്നി എന്തിനെന്നില്ലാതെ അകലേക്ക് നോക്കി. ടീച്ചർ ഇവിടെ എത്ര നാളുണ്ടാവും? അവൻ ചോദിച്ചു. നാളെയാ സന്ദേശിൻ്റെ ഫ്രണ്ടിൻ്റെ കല്യാണം. റൂം മറ്റന്നാളെ വിടൂ. നീയോ? ഞാൻ നേരത്തെ ടിക്കറ്റ് ബുക്ക് ചെയ്തിരുന്നു നാളത്തേക്ക്. ഒറ്റയ്ക്ക്? അതെ. ഒരാഴ്ചയെങ്കിലും കഴിയാതെ പ്രീതിക്ക് വരാനാവില്ല. റോഷ്നിയുടെ മൊബൈൽ ഫോൺ റിങ് ചെയ്തു. ഹായ് സന്ദേശ്, റൂമിലെത്തിയോ? ഒരു സെക്കൻഡ്, ഞാനിപ്പോൾ വന്നേക്കാം. അവൾ ഫോൺ കട്ടാക്കിയ ശേഷം രോഹിത്തിന് നേരെ നോക്കി. സന്ദേശ് റൂമിലെത്തി. ഞാനൊന്ന് ചെല്ലട്ടെ? നിന്നെ വിളിക്കാം കുറച്ച് കഴിഞ്ഞ്. റോഷ്നി അവൻ്റെ മുഖത്തേക്ക് നോക്കി. അവരുടെ കണ്ണുകൾ ഇടഞ്ഞു. രണ്ടാളുടെയും കണ്ണുകളിൽ ഒരേ ഭാവമായിരുന്നു. പക്ഷേ റോഷ്നിയുടെ കണ്ണുകളിലെ പ്രണയത്തിൻ്റെ തീക്ഷ്ണത നേരിടാനാവാതെ രോഹിത് തൻ്റെ കണ്ണുകൾ പിൻവലിച്ചു. ആൺകുട്ടികൾ എന്തിനാ ഇങ്ങനെ ചൂളുന്നത്? അവൾ ചിരിച്ചുകൊണ്ട് ചോദിച്ചു. അവൻ തമാശ മട്ടിൽ കൃത്രിമ ഗൗരവം നടിച്ച് റോഷ്നിയുടെ കണ്ണുകളിലേക്ക് നോക്കി. ശരിക്കും നീ ഇപ്പോൾ കണ്ടുമറന്ന ഏതോ ടീനേജ് ഹീറോയെ പോലുണ്ട്. റാഗിംഗ് കേസിൽ നീ പ്രതിയാണെന്ന് കേട്ടാൽ ആരും വിശ്വസിക്കില്ല. പക്ഷേ സത്യമതാണ്, അവൻ ദൂരേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു. ഒക്കെ ശരിയാവും, എല്ലാറ്റിനും വഴിയുണ്ടാക്കാം. തൽക്കാലം നീ റിലാക്സ് ചെയ്യ്. ഞാൻ കുറച്ചു നേരം കൂടി ഇരുന്നേനെ, പക്ഷേ ലാസ്റ്റ് റൗണ്ട് ഷോപ്പിങ്ങിന് ഞാനും കൂടി ചെല്ലാമെന്ന് ഏറ്റുപോയി, റോഷ്നി പറഞ്ഞു. അപ്പോൾ നമ്മളിനി എപ്പോഴാണ് കാണുക? രോഹിത് ചോദിച്ചു. ഞാൻ വിളിക്കാം, എന്തോ ആശയക്കുഴപ്പമുള്ളതുപോലെ അവൾ പറഞ്ഞു. അല്ലെങ്കിൽ വേണ്ട, എനിക്കൊരു ഐഡിയ തോന്നുന്നു. ഒരു കാര്യം ചെയ്യ്, നീ കൂടെ എനിക്കൊപ്പം വന്നേക്ക്. സന്ദേശിനെ നിനക്ക് പരിചയപ്പെടുത്താം. എന്തു പറയുന്നു? ഡൺ, ഞാനത് ചോദിക്കാൻ തുടങ്ങുകയായിരുന്നു, രോഹിത് ഉത്സാഹത്തോടെ പറഞ്ഞു. അവർ റൂമിന് മുന്നിലെത്തുമ്പോൾ വാതിൽ ലോക്ക് ചെയ്തിരുന്നില്ല. എങ്കിലും റോഷ്നി കോളിംഗ് ബെൽ അമർത്തി. അടുത്ത നിമിഷം തന്നെ സന്ദേശ് വാതിൽ തുറന്നു. ഓ, നീയായിരുന്നോ? കൂടെ ഒരാളുണ്ടല്ലോ, സന്ദേശ് ചിരിച്ചുകൊണ്ട് ചോദിച്ചു. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇതാണ് ആ രോഹിത്. ഹായ് രോഹിത്, ഹാപ്പി ടു മീറ്റ് യു, രോഹിത്തിൻ്റെ കൈ പിടിച്ച് കുലുക്കിക്കൊണ്ട് സന്ദേശ് പറഞ്ഞു. പിന്നെ സ്വയം പരിചയപ്പെടുത്തി. എൻ്റെ പേര് സന്ദേശ്, ഒരു പബ്ലിഷിംഗ് ഗ്രൂപ്പിൽ എഡിറ്ററായി ജോലി ചെയ്യുന്നു. ഒറ്റ നോട്ടത്തിൽ തന്നെ ഫ്രണ്ട്ലി ആണെന്ന് തോന്നിക്കുന്ന സന്ദേശ് ദൃഢശരീരവും സൗന്ദര്യവുമുള്ള ആളായിരുന്നു.
നമുക്കിറങ്ങേണ്ട നേരമായോ? റോഷ്നി ചോദിച്ചു. തിരക്കില്ല. രോഹിത്തിനെ കൂട്ടി നമുക്കൊന്ന് റെസ്റ്റോറൻറ്റിലേക്ക് പോയാലോ? സന്ദേശ് ചോദിച്ചു. ഗുഡ് ഐഡിയ. ഒരു ടീ ബ്രേക്ക്. ഞാനും അത് ഓർത്തതാണ്, അവൾ പറഞ്ഞു. റിസപ്ഷൻ കൗണ്ടറിൽ ഏതോ ഹിന്ദി പാട്ട് മൂളിക്കൊണ്ട് രോഹിത് ലാപ്ടോപ്പിലൂടെ കണ്ണോടിച്ചു. അപ്പോൾ രാജേഷ് ഡ്യൂട്ടി കഴിഞ്ഞ് അതിലേ വന്നു. ഇന്നെന്താ നീ വളരെ നല്ല മൂഡിലാണല്ലോ? രോഹിത്തിനെ ശ്രദ്ധിച്ച രാജേഷ് ചോദിച്ചു. ഏയ്, അങ്ങനെയൊന്നുമില്ല. പ്രീതി മടങ്ങിയെത്തിയോ? ഇല്ല, ഇന്നെത്തും. അങ്ങനെ വരട്ടെ. അപ്പോൾ അതാണ് സന്തോഷത്തിൻ്റെ കാരണം. എൻ്റെ ഊഹം ശരിയായി, രാജേഷ് ചിരിച്ചുകൊണ്ട് പറഞ്ഞു. നീ വെറുതെ കഥയുണ്ടാക്കല്ലേ? രാജേഷിൻ്റെ ചിരി ആസ്വദിച്ചുകൊണ്ട് രോഹിത് പറഞ്ഞു. രാജേഷ് സൗഹൃദത്തോടെ രോഹിത്തിൻ്റെ ചുമലിലൊന്ന് തട്ടിയ ശേഷം പുറത്തേക്ക് നടന്നു. ദുഃഖങ്ങൾ ഒളിച്ചു വെക്കുന്നത് പോലെ തന്നെ പ്രയാസമാണ് സന്തോഷങ്ങൾ മറച്ചു പിടിക്കുന്നതും, രോഹിത് ഓർത്തു. വിരസമായി കടന്നുപോയ 2 ആഴ്ചകൾ. പ്രീതി മടങ്ങിയെത്തുമെന്ന സന്ദേശം കണ്ടപ്പോൾ തന്നെ മനസ്സിൽ ഊർജം വന്നു നിറഞ്ഞു. വൈകുന്നേരം പ്രീതിയെയും കൂട്ടി ബീച്ചിലേക്ക് പോകാൻ രോഹിത് പ്ലാനിട്ടു. പക്ഷേ കുറേ ദിവസം ലീവ് എടുത്തതുകൊണ്ട് ശരിക്കും പണി കിട്ടി. ഓവർ ടൈം ഡ്യൂട്ടി. ഞാൻ വന്ന ഉടനെ വേറൊരാൾ ലീവ് എടുത്തു, പ്രീതി പറഞ്ഞു. ഒരു കാര്യം ചെയ്താലോ? വൈകുന്നേരം ഞാൻ അങ്ങോട്ട് വരാം, രോഹിത് പറഞ്ഞു. ഗുഡ് ഐഡിയ. കാൻറ്റീനിലേക്ക് വരാമോ? അവൾ ചോദിച്ചു. ഓക്കെ, ഡൺ, അവൻ പറഞ്ഞു. എന്നെ കണ്ടിട്ട് എന്തെങ്കിലും മാറ്റമുണ്ടോ? എനി ചേഞ്ച്? കാൻറ്റീനിൽ വെച്ച് കണ്ട ഉടനെ പ്രീതി ചോദിച്ചു. ഏയ്, കുറച്ചൊന്നും മെലിഞ്ഞിട്ടുണ്ട്, രോഹിത് പറഞ്ഞു. ഒത്തിരി മെലിഞ്ഞോ? എല്ലാവരും പറയുന്നു. ഏയ്, കുറച്ച്. പിന്നെ മെലിഞ്ഞിരിക്കുന്നതാണല്ലോ നല്ലത്. ശരിയാ, പക്ഷേ മെലിഞ്ഞിരിക്കുന്നതും ക്ഷീണിച്ചിരിക്കുന്നതും തമ്മിൽ ഒത്തിരി വ്യത്യാസമുണ്ട്, കഴിക്കാൻ തുടങ്ങുന്നതിനിടെ അവൾ പറഞ്ഞു. താൻ ഹെൽത്ത് കോൺഷ്യസ് ആയതുകൊണ്ട് തോന്നുന്നതാ വെറുതെ, രോഹിത് പറഞ്ഞു. അമ്മയുടെ മരണം പ്രീതിയിൽ സൃഷ്ടിച്ച ആഘാതത്തിൻ്റെ ആഴം അവളുടെ കണ്ണുകളിൽ നിഴലിച്ചിരുന്നു. രോഹിത് അത് തിരിച്ചറിഞ്ഞു. പ്രിയപ്പെട്ടവരുടെ മരണം സൃഷ്ടിക്കുന്ന ശൂന്യതയെക്കുറിച്ച് എവിടെയോ വായിച്ചത് അവന് ഓർമ്മ വന്നു. താനിനി എന്നാ ഫ്രീ ആവുക? രോഹിത് ചോദിച്ചു. ആക്ച്വലി നോ ഐഡിയ, അവൾ പറഞ്ഞു. തനിക്കെന്നും ഓവർ ടൈം ഡ്യൂട്ടിയാണല്ലോ? രോഹിത് ചോദിച്ചു. പേഷ്യൻസിൻ്റെ എണ്ണം കൂടുന്നതിനൊപ്പം നഴ്സുമാരുടെ എണ്ണം കൂടുന്നില്ല, അതാണ് പ്രശ്നം. ആരെങ്കിലും ഒരാൾ ലീവ് എടുത്താൽ മതി, എല്ലാം തകിടം മറിയും. പ്രൈവറ്റ് ഹോസ്പിറ്റലല്ലേ, പറഞ്ഞിട്ട് കാര്യമില്ല, അവൻ പറഞ്ഞു. പക്ഷേ ഒരു കണക്കിന് ഇപ്പോഴീ തിരക്ക് എനിക്ക് നല്ലതാ. ഇല്ലെങ്കിൽ അമ്മയെ ഓർത്തിരുന്ന്. അത് ശരിയാ. റിസോർട്ടിൽ എനിക്ക് ഒരുപാട് സമയം കിട്ടും ചിന്തിച്ചു കാട് കയറാൻ, പ്രത്യേകിച്ച് നൈറ്റ് ഷിഫ്റ്റിൽ. അപ്പോൾ OTT സിനിമ കാണുന്ന പരിപാടി ഇപ്പോഴില്ല? അവൾ ചോദിച്ചു. അതുണ്ട്, പക്ഷേ എല്ലാറ്റിനും ഒരു പരിധിയില്ലേ. അതുപോട്ടെ, വരുന്ന ഈസ്റ്ററിന് നമുക്ക് നഷ്ടങ്ങളൊക്കെ നികത്തിയാലോ? അവൾ ചോദിച്ചു. ഡൺ, അവൻ പറഞ്ഞു. പക്ഷേ എനിക്ക് ലീവ് കിട്ടണം, ചെറിയ ചമ്മലോടെ അവൾ പറഞ്ഞു. ഇപ്പോഴത്തെ തിരക്ക് ഈസ്റ്റർ വരെ നീണ്ടുപോകുമെന്നാണോ? അവൻ ചോദിച്ചു. അതില്ല, പക്ഷേ കഴിഞ്ഞ ഈസ്റ്ററിനും എനിക്ക് ഡ്യൂട്ടി ഉണ്ടായിരുന്നു. എന്നാലേ ഇത്തവണ അത് വേണ്ട. ഓക്കെ, ഇനിയും കുറേ ദിവസമുണ്ടല്ലോ ഈസ്റ്ററിന്. മുൻകൂട്ടി തന്നെ അവർ ഈസ്റ്റർ പ്ലാൻ ചെയ്തു. പക്ഷേ പ്ലാനിൽ ഇല്ലാത്ത കാര്യങ്ങളാണ് നടന്നത്. സോറി, മിസ്ഡ് കോൾ കണ്ടത് ഇപ്പോഴാ, പ്രീതി പറഞ്ഞു. ഉറങ്ങുകയായിരുന്നോ? രോഹിത് ചോദിച്ചു. അല്ല, വല്ലാതെ ബോറടിച്ചപ്പോൾ ടെലിവിഷൻ ഓണാക്കി അതിന് മുന്നിലിരുന്നു. തൻ്റെ കൂട്ടുകാരികളോ? 2 ആൾക്കും മുൻകൂർ ഡ്യൂട്ടി. മുൻകൂർ? രോഹിത് ചോദിച്ചു. ഈസ്റ്റർ ലീവ് കിട്ടണമെങ്കിൽ മുൻകൂർ ഓവർ ടൈം, അവൾ പറഞ്ഞു. അതായത് ചൂഷണം ഇൻ പ്ലെയിൻ ഡ്രസ്, അവൻ പറഞ്ഞു. പക്ഷേ അവർക്ക് മാത്രമല്ല, എനിക്കും അതൊന്നും പ്രശ്നമല്ല. നൈറ്റ് ഡ്യൂട്ടി പുതിയ കാര്യവുമല്ല. എതിർക്കാത്തത് കൊണ്ടാണ് ഇതൊക്കെ. ഈ ജോലി വേണമെങ്കിൽ ഇതൊക്കെ സഹിച്ചേ പറ്റൂ. അത് പോട്ടെ, താൻ ബോറടിച്ചിരിക്കുകയല്ലേ, ഞാൻ അങ്ങോട്ട് വന്നാലോ? ഇപ്പോഴോ? ഇപ്പോഴല്ല, 1 മണിക്കൂർ കഴിഞ്ഞ്. പക്ഷേ ഞാനിവിടെ ഒറ്റയ്ക്കേ ഉള്ളൂ, അവൾ പറഞ്ഞു. അതുകൊണ്ടാണല്ലോ ഞാൻ അങ്ങോട്ട് വരുന്നത്, രോഹിത് ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ഞാനൊന്ന് ആലോചിക്കട്ടെ, അവൾ പറഞ്ഞു. ആലോചിച്ചോ, പക്ഷേ മറുപടി ഉടനെ വേണം. ഞാൻ വാട്സപ്പ് ചെയ്യാം. ഓക്കെ, നോ പ്രോബ്ലം. രോഹിത് വാഷ്റൂമിൽ പോയി ഫ്രഷായി വന്നയുടൻ ഫോൺ എടുത്ത് നോക്കി. അവൻ ഡ്രസ് ചെയ്യാൻ തുടങ്ങുമ്പോൾ പ്രീതിയുടെ മെസ്സേജ് വന്നു. സ്വാഗതം പറയുന്ന ഒരു മുയൽക്കുട്ടിയുടെ സ്റ്റിക്കർ, ഒപ്പം ആകാശത്തേക്ക് ചിതറുന്ന കുറേ പ്രണയചിഹ്നങ്ങൾ. മറുപടിയായി രോഹിത്തും ചില പ്രണയചിഹ്നങ്ങൾ തന്നെ അയച്ചു. അത് അവനിലേക്ക് കൂടുതൽ ഊർജം കൊണ്ടുവന്നു. എങ്കിലും ഷഹാനിയുടെ ചില സന്ദേശങ്ങൾ അവന് ഓർമ്മ വന്നു. മെയിൻ റോഡിന് അരികെയുള്ള ഒഴിഞ്ഞ കോണിൽ ബൈക്ക് പാർക്ക് ചെയ്ത ശേഷം പ്രീതിയുടെ വീട് ലക്ഷ്യമാക്കി നടക്കവേ രോഹിത് യാദൃശ്ചികകളെക്കുറിച്ച് ഓർത്തു. ഹോസ്പിറ്റലിൽ വെച്ചാണ് പ്രീതിയെ പരിചയപ്പെട്ടത്. അതിനുശേഷം താൻ പ്രീതിയെ ഓർക്കുകയുണ്ടായില്ല. യാദൃശ്ചികമായി പെട്ടെന്ന് കണ്ടപ്പോൾ പ്രീതി തന്നിക്കരികിലേക്ക് വന്ന് പരിചയം പുതുക്കി. അത് ഫ്രണ്ട്ഷിപ്പിലേക്ക് വളരാനും പ്രീതി തന്നെ മുൻകൈയെടുത്തു. ഇപ്പോൾ അവൾ ഒറ്റയ്ക്കുള്ള വീട്ടിലേക്ക് തന്നെ ക്ഷണിക്കാനും വേണ്ടി ആ സൗഹൃദം വളർന്നിരിക്കുന്നു. അവസാനിച്ചെന്ന് കരുതിയ പ്രണയത്തിൻ്റെ തിരകൾ വീണ്ടും തൻ്റെ മനസ്സിലേക്ക് മടങ്ങി വന്നിരിക്കുന്നു. സന്തോഷം തോന്നേണ്ട കാര്യം, പക്ഷേ മനസ്സിൽ ആശങ്ക കൂടി പൊന്തി വന്നു. തൻ്റെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാതെയാണ് പ്രീതി സൗഹൃദം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. കാര്യങ്ങൾ കൃത്യമായി തിരിച്ചറിയുമ്പോൾ തന്നെ ഒഴിവാക്കി അവൾ കടന്നു പോകും. അവൻ ഭയപ്പെട്ടു. ഹായ് രോഹിത്. പിന്നിൽ നിന്ന് പ്രീതിയുടെ ശബ്ദം കേട്ട് അവൻ തിരിഞ്ഞു നോക്കി.
എന്തൊരു ടൈമിങ്. കൂടെ എത്താൻ ഞാനൊത്തിരി പാടുപെട്ടു, അവൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. താൻ ആൾ കൊള്ളാമല്ലോ. എന്നെ വീട്ടിലേക്ക് ക്ഷണിച്ചിട്ട് താൻ പുറത്തു കറങ്ങി നടക്കുകയാണോ? സ്നാക്സ് വാങ്ങാൻ പോയതാ മോനെ. ദേ ആ കടയിൽ നിന്ന്. ഞാനൊക്കെ കണ്ടു രോഹിത് വരുന്നതും ബൈക്ക് സൈഡാക്കുന്നതും എല്ലാം. മട്ട് കണ്ടിട്ട് അടുത്ത കാലത്തൊന്നും മടങ്ങാൻ പരിപാടിയില്ലെന്ന് തോന്നുന്നു, അവൾ ചിരിച്ചുകൊണ്ട് ചോദിച്ചു. ശരിയാ, ഞാനിവിടെ താമസിക്കാൻ വന്നതാ, താൻ ഇറക്കി വിടും വരെ. ഇൻറ്റീരിയർ സൂപ്പറാണല്ലോ, ലിവിംഗ് റൂമിലേക്ക് പ്രവേശിച്ച ഉടനെ രോഹിത് പറഞ്ഞു. വാടക വീടെന്ന കാര്യം പോലും നോക്കാതെ അമ്മ എല്ലാം സ്റ്റൈലിഷാക്കി, അവൾ പറഞ്ഞു. ആകെ കൂടി ഒരു പ്രൊഫഷണൽ ടച്ച് ഉണ്ട്, അവൻ പറഞ്ഞു. അമ്മയ്ക്ക് നല്ല ആർട്ടിസ്റ്റിക് സെൻസാ. ഫ്രീ ടൈം കിട്ടുമ്പോഴൊക്കെ ഇങ്ങനെ എന്തേലും ചെയ്യും. രോഗത്തിൻ്റെ നാളുകളിൽ ഇതൊക്കെ അമ്മയ്ക്ക് വലിയ റിലീഫായി. വാട്ട് യു പ്രിഫർ, കോഫി ഓർ ടീ, അവൾ ചോദിച്ചു. എന്തായാലും പ്രശ്നമില്ല, രോഹിത് പറഞ്ഞു. അപ്പോൾ കോഫി. ഓക്കെ. പ്രീതി കിച്ചണിലേക്ക് നടന്നപ്പോൾ രോഹിത് സോഫയിലേക്ക് ഇരുന്നു. മുന്നിൽ പുതിയ മാതൃകയിലുള്ള അക്വേറിയം, ഉള്ളിലെ അലങ്കാര മത്സ്യങ്ങളെ ശ്രദ്ധിച്ചപ്പോൾ അവൻ്റെ കണ്ണുകൾ വികസിച്ചു. കിസിംഗ് ഫിഷ് എന്നറിയപ്പെടുന്ന ചെറിയ ഗൗരാമി മത്സ്യങ്ങൾ. വർഷങ്ങൾക്ക് മുമ്പ് റോഷ്നി ടീച്ചറുടെ വീട്ടിൽ കണ്ട അതേ തരം ചുംബിക്കുന്ന ഗൗരാമികൾ. എന്ത് പറ്റി, ഗാഢചിന്തയിലാണെന്ന് തോന്നുന്നു, കോഫിയുമായി വന്ന പ്രീതി ചോദിച്ചു. കുറച്ച് കഴിഞ്ഞ് നമുക്കൊന്ന് റെസ്റ്റോറൻറ്റിലേക്ക് പോയാലോ, രോഹിത് ചോദിച്ചു. രാത്രി ഭക്ഷണം ഞാൻ എപ്പോഴേ റെഡിയാക്കി കഴിഞ്ഞു. ആണോ? അപ്പോൾ ഇന്ന് നമ്മൾ പൊളിക്കും. ഒരു സെക്കൻഡ്, ഞാനിപ്പോൾ വന്നേക്കാം, പ്രീതി പറഞ്ഞു. എന്നിട്ട് അവൾ അകത്തേക്ക് നടന്നു. പുറത്തു പോയ വേഷം മാറ്റി ഡാർക്ക് ബ്ലൂ നിറമുള്ള ലെഗിൻസും പിങ്ക് നിറത്തിലുള്ള ടോപ്പും അണിഞ്ഞാണ് അവൾ മടങ്ങി വന്നത്. വേഷം സൂപ്പറാണല്ലോ, രോഹിത് പറഞ്ഞു. ഇതാ വീട്ടിലെ യൂണിഫോം, അവൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. പുറത്തു പോകുമ്പോഴും പരീക്ഷിക്കാവുന്നതാണല്ലോ, അവൻ പറഞ്ഞു. ആണ്, പക്ഷെ വേണ്ട. തനിക്കിത് യോജിക്കുന്നുണ്ടല്ലോ, പിന്നെന്താണ് പ്രശ്നം? ചില ആൾക്കാരുടെ നോട്ടം കാണുമ്പോൾ ഫുൾ ടൈം സെൽഫ് കോൺഷ്യസ് ആവും. അതൊരു സുഖമുള്ള കാര്യമല്ല, അവൾ പറഞ്ഞു. അതൊക്കെ എൻ്റെ സെലക്ഷനാ, രോഹിത് അക്വേറിയത്തിലേക്ക് ശ്രദ്ധിക്കുന്നത് കണ്ട് അവൾ പറഞ്ഞു. കിസിംഗ് ഫിഷും തൻ്റെ സെലക്ഷനാണോ, രോഹിത് ചോദിച്ചു. യെസ്, മൈ ഫേവറേറ്റ് ഫിഷ്, അമ്മയ്ക്കും ഇഷ്ടമായിരുന്നു, രോഹിത്തിനൊപ്പം സോഫയിലിരുന്നുകൊണ്ട് പ്രീതി പറഞ്ഞു. അവൻ അക്വേറിയത്തിൽ നിന്ന് നോട്ടം പിൻവലിച്ച് തനിക്ക് അരികെ ഇരിക്കുന്ന പ്രീതിയെ നോക്കി. അവളുടെ തുടുത്ത കവിളുകൾ ഒന്നുകൂടി ചുവക്കുന്നതായും ചുണ്ടുകൾ വിറയ്ക്കുന്നതായും അവന് തോന്നി. അതുവരെ ഇല്ലാതിരുന്ന ഏതോ ഒന്ന് പെട്ടെന്ന് അവർക്കിടയിലേക്ക് കടന്നു വന്നതായി അവർക്ക് തോന്നി. പക്ഷേ ഒന്നും സംഭവിക്കാത്തതുപോലെ തുടരാൻ അവർ ശ്രമിച്ചു. അവന് റോഷ്നിയെ ഓർമ്മ വന്നു. ഇന്നലെ നടന്ന കാര്യങ്ങൾ പോലെ എല്ലാം അവൻ്റെ മനസ്സിൽ തെളിഞ്ഞു വന്നു. ട്യൂഷൻ ക്ലാസ് ഇല്ലെന്നറിയാതെ റോഷ്നി ടീച്ചറുടെ വീട്ടിലേക്ക് താൻ ഒറ്റയ്ക്ക് ചെന്ന ദിവസം. താൻ ഗേറ്റിനകത്തേക്ക് കടന്നപ്പോൾ തന്നെ ടീച്ചർ ഗേറ്റ് അകത്തു നിന്ന് പൂട്ടി. തന്നെ വീടിനുള്ളിലേക്ക് ക്ഷണിച്ചപ്പോൾ ടീച്ചറുടെ മുഖം കൂടുതൽ ചുവന്നിരുന്നു. ചുണ്ടുകൾ വിറയ്ക്കുന്നുണ്ടായിരുന്നു. താൻ സോഫയിൽ ഇരുന്ന് കഴിഞ്ഞപ്പോൾ ടീച്ചർ മുൻവാതിലിൻ്റെ താഴെയിട്ടു. പിന്നെ ഒരു വിളറിയ ചിരിയോടെ ഉടനെ വരാമെന്ന് പറഞ്ഞ് അകത്തേക്ക് നടന്നു. ഫ്രഷായി വന്നപ്പോൾ ഡാർക്ക് ബ്ലൂ നിറത്തിലുള്ള ഡെനിം ഷോർട്ട്സും പിങ്ക് ഷർട്ടുമായിരുന്നു ടീച്ചറുടെ വേഷം. നീ എന്താ ഇങ്ങനെ പേടിച്ചു വിറയ്ക്കുന്നത്, സോഫയിൽ മുട്ടിയിരുന്നു കൊണ്ട് ടീച്ചർ ചോദിച്ചു. ടീച്ചറും വല്ലാതെ വിയർക്കുന്നുണ്ടല്ലോ എന്ന് പറയാൻ തോന്നി, പക്ഷേ ധൈര്യം കിട്ടിയില്ല. ഓർക്കാപ്പുറത്ത് ടീച്ചറുടെ ചുണ്ടുകൾ തൻ്റെ കവിളിൽ പതിച്ചു. പിന്നെ ചുണ്ടുകളിൽ വിദഗ്ധമെന്ന് തോന്നിച്ച ആ ചുണ്ടുകൾ തൻ്റെ ശരീരത്തിൽ ഒരുപാട് പരീക്ഷണങ്ങൾ നടത്തി. അതുവരെ അപരിചിതമായിരുന്ന രതിയുടെ മാസ്മരികത. താൻ അതിലേക്ക് തട്ടിയെടുക്കപ്പെട്ടു. ഒരിക്കലും മറക്കാനാവാത്ത വിധം ശരീരമാകെ ത്രസിച്ചു. ഹർഷം ഉന്മാദമായി മനസ്സിലേക്ക് പെയ്തിറങ്ങി. ഹലോ, നീ ഇതെവിടെയാ? ഞാൻ അടുത്തിരിക്കുമ്പോൾ പെട്ടെന്ന് പ്രീതി ചോദിച്ചു. അത് കേട്ട് അവൻ ഓർമ്മകളിൽ നിന്ന് പിൻവാങ്ങി. എന്താ, എന്തു പറ്റി? അതോ വേറെ ആരെയെങ്കിലും ഓർത്തതാണോ? രോഹിത് ചെറിയ ചമ്മലോടെ അവളെ നോക്കി ചിരിച്ചു. നോക്കൂ, ഇത് ഓർമ്മകളുടെ നേരമല്ല, നമ്മുടെ കയ്യിൽ സമയം കുറവാണ്, തമാശ പോലെ അവൾ പറഞ്ഞു. രോഹിത് അവളുടെ കണ്ണുകളിലേക്ക് നോക്കി. അവൾ കുറച്ചുകൂടി അവനരികിലേക്ക് നീങ്ങിയിരുന്നു. രോഹിത് വീണ്ടും ഗൗരാമി മത്സ്യങ്ങളിലേക്ക് ശ്രദ്ധിക്കാൻ തുടങ്ങുമ്പോൾ പ്രീതി അവൻ്റെ കവിളിൽ ചുംബിച്ചു. ചെറുചിരിയോടെ അവൻ അവളിലേക്ക് തിരിഞ്ഞു. അവൾ കുസൃതി ചിരിയോടെ മുഖം പൊത്തി. പിന്നെ വീണ്ടും അവനെ ചുംബിച്ചു. കവിളിൽ, ചുണ്ടുകളിൽ, കണ്ണുകളിൽ. വർഷങ്ങൾക്ക് മുമ്പ് മറ്റൊരു ലിവിംഗ് റൂമിൽ റോഷ്നി എല്ലാവരിനും മുൻകൈ എടുക്കുമ്പോൾ രോഹിത് +1 വിദ്യാർത്ഥിയായിരുന്നു. വർഷങ്ങൾക്കിപ്പുറം അവനേക്കാൾ പ്രായം കുറഞ്ഞ പ്രീതി മുൻകൈ എടുത്തിരിക്കുന്നു എന്ന കാര്യം ഓർത്ത് അവന് ജാള്യത തോന്നി. അതുകൊണ്ടാവാം പെട്ടെന്ന് അവൻ പ്രീതിയുടെ ചുമലിൽ കൈ ചുറ്റി അവളെ തെരുതെരെ ചുംബിച്ച് തൻ്റെ പൗരുഷം പ്രകടമാക്കി. എന്നാൽ അവർ ബെഡ്റൂമിൽ പ്രവേശിച്ച ശേഷവും പ്രീതി തന്നെ ഓരോ ഘട്ടത്തിലും മുൻകൈയെടുത്തു, അഥവാ മേധാവിത്വം പുലർത്തി. വർഷങ്ങൾക്ക് മുമ്പ് റോഷ്നി ആധിപത്യം പുലർത്തിയ അതേ മട്ടിൽ. രാവിലെ വളരെ വൈകിയാണ് രോഹിത് ഉണർന്നത്. താൻ അപ്പോഴുള്ളത് പ്രീതിയുടെ കിടപ്പുമുറിയിലാണെന്ന് അവൾ നേരത്തെ ഉണർന്ന് കിച്ചണിൽ തിരക്കിലാണെന്ന് രോഹിത് ഉറക്കച്ചടവോടെ മനസ്സിലാക്കി. കിച്ചണിൽ നിന്ന് വന്ന പാചകമണങ്ങൾ, ശബ്ദങ്ങൾ. പെട്ടെന്ന് എന്തോ ഓർത്തതുപോലെ അവൻ എണീറ്റ് വാഷ്റൂമിലേക്ക് പോയി. വേഗം തന്നെ ഫ്രഷായി കിച്ചണിലേക്ക് ചെന്നു. ഹായ് മോർണിംഗ്, അവൻ പറഞ്ഞു. ഹായ്, ഇത്ര നേരത്തെ ഉണർന്നു, തമാശ മട്ടിൽ അവൾ ചോദിച്ചു.
താനെന്താ വിളിക്കാതിരുന്നത്? ഉറങ്ങുന്ന കണ്ടപ്പോൾ പാവം തോന്നി. നൈറ്റ് ഡ്യൂട്ടിക്കാർ മടങ്ങിയെത്താറായോ? കുറച്ചുകൂടി കഴിഞ്ഞെങ്കിൽ മോനെ അവർ വിളിച്ചുണർത്തിയാനെ. എത്താറായി. അരമണിക്കൂറിനുള്ളിലെത്തും. ദൈവമേ, ആകെ പ്രശ്നമായല്ലോ. എന്തു പ്രശ്നം? അവർ എന്നെ ഇവിടെ കണ്ട തനിക്ക് പ്രശ്നമാകില്ലേ? എന്തു പ്രശ്നം? കുറച്ചു മുമ്പ് വന്നെന്ന് ഞാനങ്ങ് പറയും. നേരാണല്ലോ, അവരങ്ങനെ കരുതിക്കോളും. പക്ഷേ കുറച്ച് കഴിയുമ്പോൾ അവർക്ക് പിടികിട്ടും, അവൾ പൊട്ടിച്ചിരിച്ചുകൊണ്ട് പറഞ്ഞു റൂമിലേക്ക് കയറുമ്പോൾ. ഓ പിന്നെ, മണം പിടിക്കാൻ അവർ രണ്ടാളും വിദഗ്ധരാ. താൻ രാവിലെ തന്നെ വളരെ നല്ല മൂഡിലാണല്ലോ. രാത്രിയുടെ ഗുണം. ഒരു നാണമില്ലാത്ത പെണ്ണ്. ഇതിൽ നാണിക്കാൻ എന്തിരിക്കുന്നു? ഞാനൊരു സത്യം പറഞ്ഞു. മെല്ലെ കഴിച്ചാൽ മതി. ആവി പൊന്തുന്ന പ്രഭാത ഭക്ഷണത്തിന് മുന്നിലിരിക്കുമ്പോൾ പ്രീതി പറഞ്ഞു. ഉച്ചയാവും അവരെത്താൻ. അവൾ ചിരിച്ചു. അങ്ങനെ പറ. എനിക്കറിയില്ലേ, തനിക്ക് അത്ര ഗട്ട്സൊന്നും ഇല്ലെന്ന് രോഹിത് പറഞ്ഞു. ശരിയാ, വൈകുമെന്ന് അവർ വിളിച്ച് പറഞ്ഞില്ലായിരുന്നെങ്കിൽ. അവൾ പറഞ്ഞു പൂർത്തിയാക്കും മുൻപ് രോഹിത് ഇടപെട്ടു. താൻ എപ്പോഴേ എന്നെ അടിച്ചോടിച്ചേനെ. സത്യം, അവൾ പൊട്ടിച്ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ഒറ്റ ദിവസം കൊണ്ട് നമ്മൾ വല്ലാതെ അടുത്തു, അവൻ പറഞ്ഞു. നേരാ, നമുക്കിടയിലെ ഔപചാരികതകളൊക്കെ എങ്ങോട്ടോ പോയി. അതാണ് പെട്ടെന്ന് വീണ് കിട്ടുന്ന ദിവസങ്ങളുടെ ഗുണം. ശരിയാ, നേരത്തെ പ്ലാൻ ചെയ്ത ദിവസമായിരുന്നെങ്കിൽ ചിലപ്പോൾ ഒന്നും സംഭവിക്കില്ലായിരുന്നു. കഥ തുടരും.